കേരളത്തിലെ കോൺഗ്രസുകാർക്ക് CPIM വികസന വിരുദ്ധ പാർട്ടിയും ബംഗാൾ വികസന വിരുദ്ധതയുടെ കേദാരവുമാണ്. കേരളത്തിലേക്ക് വരുന്ന ബംഗാളികളെ ചൂണ്ടിക്കാട്ടിയാണ് നേതാക്കൾ സഖാക്കളെ ഇങ്ങനെ ആക്രമിക്കുന്നത്. ഉദാഹരണത്തിന് PC വിഷ്ണുനാഥിന്റെ പ്രസംഗം. വിഷ്ണു സോളാറിനും സരിതയ്ക്കുമൊക്കെ മറുപടി കൊടുത്ത് തളർന്നിരിപ്പാണല്ലോ. അതുകൊണ്ട് ബംഗാളിൽ കയറിയങ്ങ് പിടിച്ചു. ബംഗാളിനെ കുട്ടിച്ചോറാക്കിയ CPIMന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ലത്രേ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ദേശീയ പ്രാധാന്യമുണ്ട്? ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ അവസ്ഥ, കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു അനുഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ബുധനൂരിൽ ശങ്കരനാരായണൻ തമ്പി, കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ, ശങ്കരനാരായണൻ തമ്പിക്ക് ജന്മം നൽകിയ ബുധനൂരിൽ ഒരു സ്കൂളിന് MLAയുടെ ആസ്തി വികസന ഫണ്ട് വെച്ച് കെട്ടിടം പണിഞ്ഞതിൽ ശ്രീ രമേശ് ചെന്നിത്തല അവർ അത് ഉദ്ഘാടനം ചെയ്തു. അവിടെ ആശംസ പറയാൻ വേണ്ടി PTA പ്രതിനിധിയായിട്ട് ഒരാൾ വന്ന് ഞാൻ ഞെട്ടിപ്പോയി. PTA പ്രതിനിധിയായിട്ട് ആശംസ പറഞ്ഞത് ഒരു ബംഗാളിയാണ്. ഇതവസ്ഥ. PTA പ്രതിനിധി ബംഗാളി. കാരണം അയാളുടെ മക്കൾ പഠിക്കുന്നത് ബുധനൂർ സ്കൂളിലാണ്. കേരളം ബംഗാൾ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ആക്കുമെന്ന്. ആക്കിയത് എങ്ങനെയാ? ബംഗാളിലുള്ള ബംഗാളികളെ മുഴുവൻ ആലപ്പുഴയിലും ബുധനൂരും കേരളത്തിലും കൊണ്ടുവന്ന് ബംഗാളിയാക്കിയ ഒരു ദേശീയ പ്രാധാന്യമില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയിൽ അവസാനം കുറിക്കാനുള്ള അവസരം നമ്മൾ എല്ലാവരും ഉപയോഗിക്കണം. എന്നാൽ പിന്നെ സഖാക്കളുമായി ബംഗാളിൽ കൂട്ടുകച്ചവടം നടത്തുന്നത് എന്തിന് എന്നുകൂടി വിഷ്ണു വിശദീകരിക്കണം. സീറ്റുകൾ കൂടുതൽ കിട്ടാൻ അവിടെ സഖാക്കൾക്ക് പിന്നാലെ നടക്കുകയാണല്ലോ. കോൺഗ്രസിന്റെ കാര്യം എന്തായാലും ജനതാദൾ U ഉറച്ച നിലപാടിലാണ്. വീരന് രാജ്യസഭാ സീറ്റ് കൂടി കിട്ടിയതോടെ സകല പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്തതാണല്ലോ. അതുകൊണ്ട് ബംഗാളിലെ വികസന വിരുദ്ധത അവർ ആയുധമാക്കുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് പി ഹാരിസ് CPIMന്റെ കൊടി നശിപ്പിക്കപ്പെട്ട തമാശ കഥ ആവർത്തിച്ചു പറയുന്നത്. ഞാൻ വരുന്നത് കായംകുളത്ത് നിന്നാണ്. അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. നവകേരള മാർച്ചിനോടനുബന്ധിച്ച് സഖാവ് പിണറായി വിജയനെ വരവേൽക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ജംഗ്ഷനിൽ കുറെ കൊടികൾ കെട്ടി. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ആ ചെങ്കൊടികൾ കാണുന്നില്ല. സഖാക്കൾ വീണ്ടും ആ സ്ഥാനത്ത് കൊടികുത്തി. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആ കൊടി പിന്നെയും കാണുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പത്രത്തിൽ പ്രതിഷേധ വാർത്ത കൊടുത്തു, പ്രതിഷേധ യോഗം നടത്തി പറഞ്ഞു രമേശ് ചെന്നിത്തലയുടെ പോലീസ് നിഷ്പക്ഷത പാലിക്കണം, കോൺഗ്രസുകാരാണ് ഈ CPIMന്റെ കൊടി നശിപ്പിച്ചത്, പ്രകടനം, പ്രതിഷേധം. അവസാനം പോലീസ് അന്വേഷണം ഊർജപ്പെടുത്തി. 3 ചെറുപ്പക്കാരെ പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ചോദ്യം ചെയ്തപ്പോ മനസ്സിലായി അവർ 3 പേരും വിഷ്ണുനാഥ് പറഞ്ഞ ബംഗാളികളാണ്. അവരെ ചോദ്യം ചെയ്തപ്പോ, ബംഗാളികളെ വിരട്ടിയപ്പോ പോലീസുകാരോട് പറഞ്ഞു, സർ, ഞങ്ങളാണ് ആ കൊടി മോട്ടിച്ചത്. എന്തിനു വേണ്ടി ആ കൊടി മോട്ടിച്ചു എന്ന് ചോദിച്ചപ്പോ ആ ബംഗാളികളായ ചെറുപ്പക്കാർ പറഞ്ഞു, 34 വർഷമായി സർ, ഞങ്ങളുടെ നാടിന്റെ വികസനം മുരടിപ്പിച്ച കൊടിയാണിത്. ഇന്ന് കേരളം ഞങ്ങളുടെ ഗൾഫാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട ഞങ്ങൾ ഇവിടെ ഈ നാടിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മോട്ടിച്ച കൊടിയാണ് എന്ന് പറഞ്ഞ് അവർ മൊഴി കൊടുക്കുകയുണ്ടായി. ഷെയ്ഖ് പി ഹാരിസ് പറയുന്നതിലും കാര്യമുണ്ട്. ഒന്നുമില്ലെങ്കിലും ജനതാദൾ യുവിനെ കാലുമാറ്റി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചവരല്ലേ സഖാക്കൾ. പോയിരുന്നെങ്കിൽ ആകെ കുഴപ്പമായനെ. ഇതിപ്പോൾ പോകും എന്ന് പറഞ്ഞതുകൊണ്ട് വീരന് ഒരു രാജ്യസഭാ സീറ്റെങ്കിലും കിട്ടി. നിയമസഭാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രം ഇനി കാര്യമായി ശ്രദ്ധിച്ചാൽ മതി. ജോണി നെല്ലൂരും അനൂപ് ജേക്കബും ഒക്കെ സീറ്റ് ചർച്ച കഴിഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മടങ്ങുന്നത് കാണുമ്പോൾ വീരന് ചെറിയൊരു ആശങ്കയുണ്ടെന്ന് മാത്രം. ആശങ്കകളുടെ സീറ്റ് ചർച്ചകളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.